പ്രിൻസേ, വല്ലാത്ത ക്ഷീണം. എനിക്കൊരാട്ട് സൂപ്പ് വാങ്ങിച്ചാ അത് കഴിച്ച് നമുക്ക് കഴിഞ്ഞ എല്ലാം മറക്കാം. സൂപ്പുമില്ല, ഒരു കോപ്പുമില്ല. നീ ചുമ്മാ ഇരിക്കേ. ഒറ്റയ്ക്ക് ഒരു പെൺകുട്ടി, അതും ബാംഗ്ലൂർ പോലുള്ള ഈ സിറ്റിയിൽ. വേദാന്തൊന്നും വേണ്ട. കൂട്ടുകാരന്റെ സൂപ്പ് കുടിക്കാനുള്ള കൊതി തീർത്തിട്ട് മതി കൂട്ടുകാരെ കുറിച്ചുള്ള അന്വേഷണം. എപ്പോഴും നിന്റെ അടുത്തായിട്ട് നടക്കാൻ ഞാൻ മാത്രമേ കാണൂ, രാജകുമാരനെ മന്ത്രികുമാരനെ പോലെ. സൂപ്പ് വാങ്ങിച്ചിട്ട് എന്ത് ചെയ്യണമെന്നറിയോ? ആദ്യം കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിക്കണം. എന്നിട്ട് കുറച്ച് ഉപ്പ്, കുറച്ച് കുരുമുളക്, വേണമെങ്കിൽ കുറച്ച് പഞ്ചാര ഇട്ടിട്ട് ഇങ്ങനെ എടുത്തിട്ട്. അഞ്ചു ഇവിടെ എവിടെ? അയ്യോ, എന്ത് പണിയായി കാണിച്ചേ? ഒന്നും പറയാൻ ഇറങ്ങിപ്പോ. ഞങ്ങൾ എവിടെ അന്വേഷിച്ചെന്നറിയോ? ബാംഗ്ലൂരിൽ ഈ ഒരൊറ്റ സ്ഥലം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അന്വേഷിക്കാൻ. എന്ത് പറ്റി കാരന്? എന്ത് പറ്റി? അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഈ കാർ നന്നാക്കിയിട്ട് ഫാം ഹൗസിൽ വന്നേക്കാം. പ്രിൻസ് അഞ്ജുനെ കൊണ്ട് പൊക്കോ. വെറുതെ ടെൻഷൻ ഉണ്ടാക്കരുത് അഞ്ജു. എന്തിനാ കൊച്ചുകുട്ടികളെ പോലെ വാശി പിടിക്കുന്നത്? നീ സാധനം എടുത്ത് വണ്ടി വെക്കേ. ഞാൻ പറയുന്നത് വരണം വരാൻ. എന്താ പ്രശ്നം? ഒരു പ്രശ്നമില്ല. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ ഞങ്ങൾ സോൾവ് ചെയ്തോളാം. കുറെ നേരം ആയല്ലോ ഷൈൻ ചെയ്യാൻ തുടങ്ങിയിട്ട്. ഷൈൻ ചെയ്യും, യോഗമുള്ളത് ഷൈൻ ചെയ്യും. ബ്രദർ ഐസ്ക്രീം കഴിച്ചോണ്ടിരുന്നല്ലേ, വേഗം കഴിച്ചെടുക്ക, ഇല്ലെങ്കിൽ വെയിൽ കൊണ്ട് അലിഞ്ഞു പോ. ഈ കുട്ടിയുടെ ഇഷ്ടമല്ലാതെ ഇവിടുന്ന് കൊണ്ടുപോകുന്നു കാണട്ടെ. അയ്യേ, മാറിയിക്കേ, മാറിയിക്കേ. മനസ്സിലായോ? വട്ടായി പോയെന്ന്. മെന്റൽ പേഷ്യന്റ്. വാളാണ് കൈ മര്യാദക്കിരുന്നോണം.
എന്തിനാ എന്നെ ഇവിടെ കൊണ്ടുവന്നത്? എനിക്ക് പോണം. എനിക്ക് ഇപ്പൊ പോയി നോക്കൂ. അങ്ങനെ ഇവിടുന്ന് പോണോന്നുണ്ടായിരുന്നെങ്കിൽ ഇങ്ങോട്ട് ഇടിച്ചു കയറി വന്ന് ഞങ്ങളെ ശല്യപ്പെടുത്തണ്ടായിരുന്നു. അഞ്ജു എന്തിനാ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്? എനിക്ക് തോന്നിയതുണ്ട്. നിങ്ങൾ എന്റെ ആരാ? ആരുമല്ലല്ലോ. ആരും അല്ലായിരിക്കാം, പക്ഷെ 15-ാം തീയതി വരെ നമ്മൾ തമ്മിൽ ഒരു ബന്ധമുണ്ടല്ലോ അല്ലേ? പറഞ്ഞ എന്തിനാ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അല്ലെങ്കിലും തന്നെ ഇവിടെ സ്ഥിരമായിട്ട് താമസിപ്പിക്കാനെന്ന് ഉദ്ദേശിക്കുന്നില്ല, മനസ്സിലായില്ലേ? അടിസ്ഥാനപരമായിട്ട് മുൻപ് ഞാൻ നിങ്ങൾക്ക് വലിയ ശല്യായിരുന്നല്ലോ. ഇപ്പോഴും ആണ്, അതിന് മാറ്റമൊന്നുമില്ല. പക്ഷെ ചെയ്തു പോയ തെറ്റിനെ ഞങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യണം. അഞ്ജുവിന്റെ കുടുംബത്തെ മാത്രമല്ല, അഞ്ജുവിനെ കൂടെ ഞങ്ങളെ നശിപ്പിച്ചില്ലേ അല്ലേ? പിന്നെ അയ്യോ ഈശ്വര, നിങ്ങൾ എന്നെ നശിപ്പിച്ചിട്ടില്ല. നശിപ്പിച്ചു. മോളുവാ, വന്നിട്ട് പല്ല് തേക്ക്, എന്നിട്ട് വല്ലതും കഴിക്കാം, എന്നിട്ട് നമുക്ക് കുളിക്കാം. നമുക്ക് കുളിക്കാന്നോ? നമുക്കല്ല അഞ്ജുവിന്. അഞ്ചു അല്ല, ശാലിനി, ശാലുമോള്. ഓ ശാലിനി. അയ്യോ ഞാൻ നമ്മുടെ ശാലിനിയല്ല. ആരോട് വെച്ച് എന്റെ കാറിന്റെ ടയർ ഊരിയത്? സദാശിവ മര്യാദയ്ക്ക് എന്റെ കാറിന്റെ ടയറുതാ. എനിക്ക് അമ്പലത്തിൽ പോണം. ടയറും കൊണ്ടാണ് അമ്പലത്തിൽ പോകുന്നത്. വാ അഞ്ജുനെ അമ്പലത്തിൽ കൊണ്ടുപോവാം, വന്ന് കുളിക്കേ. ഏത് അമ്പലത്തിലാ പോണ്ടേ? വരാം. പാളയംപള്ളി, ജീവപള്ളി, ഗുരുദ്വാര.